ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ യു കെയിലെ ക്രിസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ പോയായിരുന്നു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ഞാൻ ബസ്സിലാണ് പോകുന്നത്, ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ ബസ്സിനാകുമ്പോൾ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഇന്ത്യൻ ഗ്രോസറീസൊക്കെ അവിടെ പോയാണ് വാങ്ങിക്കാറ്. എനിക്ക് പിന്നെ ഈ ബസ്സിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് ബസ്സിൽ പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിംഗ് മാർക്കറ്റിലെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് അങ്ങ് നടന്നേച്ചാൽ മതി. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുറച്ചുകൂടി ഇന്ത്യൻ ഗ്രോസറീസ് കൂടുതലുണ്ട്. മാത്രമല്ല സൗത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടെ കൂടുതൽ സ്റ്റോക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രോളിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കയറി വരുന്ന സെക്ഷനിലെല്ലാം ഉള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈസുകളാണ് കേട്ടോ. ഇപ്പോൾ ബസ്മതി റൈസസ്, എല്ലാ ബസ്മതി റൈസ്, നമ്മുടെ നാടൻ മട്ട റൈസ്, അതുകൂടാണ്ട് മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഈസി കുക്ക് റൈസ്, പിന്നെ ഇത് ആട്ട, അങ്ങനെയുള്ള മൈദ, അങ്ങനെയുള്ള പൊടികളുടെ സെക്ഷൻ ഒക്കെയാണ്. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ നട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ വിലയാണ് കൊടുത്തേക്കുന്നത്. നട്ട്സിനൊക്കെ ഏകദേശം ഒരു 8 പൗണ്ട്, നാട്ടിലൊരു 800 രൂപയുടെ അടുത്തുണ്ട്. പിന്നെ പല സാധനങ്ങൾക്കും ഓഫറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഡിഫറെൻറ്റ് പിക്കിൾസാണ്. പിന്നെ ഈ കാണുന്ന ഇത് നെയ്യാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെയ്യ്. ഇത് പല രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് മുട്ടയുടെ ഒരു സെക്ഷനാണ്. പിന്നെ ഇത് ഏത്തപ്പഴം ആണ്. ഈ ഏത്തപ്പഴം വരുന്നത് നമ്മുടെ നാടനല്ല കേട്ടോ, ഇത് മെക്സിക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ചക്ക, നാടൻ വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ ഇവിടെ ഈ ഷോപ്പിൽ വരണം. പക്ഷേ ഇതിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വില കുറച്ച് ഇവിടുത്തെ മറ്റുള്ള ഷോപ്പുകളിൽ കിട്ടാറുണ്ട്. അതായത് അൽദി, അസ്ത, അങ്ങനെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കുറച്ചുകൂടെ പച്ചക്കറികൾക്ക്, സാധാരണ പച്ചക്കറികൾക്കൊക്കെ വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, അങ്ങനെയുള്ള നമ്മുടെ നാടൻ വെജിറ്റബിളൊക്കെ വാങ്ങണമെങ്കിൽ ഈ കടയിലാണ് കേട്ടോ വരാറ്. ഇവിടെ കപ്പയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൂവമ്പഴമാണ്. ഇതങ്ങനെ അധികം കാണാനില്ല പൂവമ്പഴമൊന്നും. ഈ കടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കൂർക്ക, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള കാച്ചിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് തേങ്ങ ഒക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കിളുകളാണ്, പല ടൈപ്പ് പിക്കിള്. പിന്നെ ഈ ഒരുപാട് ഉപ്പിലിട്ട ടൈപ്പ് വെജിറ്റബിൾസൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് സോസുകളാണ് കേട്ടോ. ചൈനീസ് സോസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതാണ് ഓയിലിൻ്റെ സെക്ഷൻ. ഓയിലും നെയ്യും ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ചെറിയ ബോട്ടിൽ, ഇപ്പോൾ ഞാൻ എടുത്ത ബോട്ടിലിന് ഏകദേശം 8 പൗണ്ട് അടുത്ത് വിലയുണ്ട്. പല വിലയായിട്ടുണ്ട് കേട്ടോ, 6 മുതൽ 8 പൗണ്ട് വരെയുണ്ട്. നാട്ടിലൊരു 800 രൂപ, 850 രൂപ അടുത്താവും അതിനൊക്കെ. പിന്നെ ഇതെല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ ഷോപ്പിൽ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള മീറ്റും കിട്ടും കേട്ടോ. പന്നി ഇവിടെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ സെക്ഷനിൽ. ബീഫും പിന്നെ ലാമ്പ് മീറ്റുകളാണ് വരുന്നത്. പിന്നെ ചിക്കനും ഉണ്ട്. പിന്നെ ഫ്രഷ് മീനുകളും ഇവിടെയുണ്ട്. കരിമീൻ, കൊഞ്ച്,
പിന്നെന്താണ് നെയ്മീനൊക്കെ ഉണ്ട്. കിലോയ്ക്ക് 14 പൗണ്ട് വരെയൊക്കെ മാക്സിമം പോയിട്ടുള്ളൂ പോകുന്നത്. ഇത് ഫ്രോസൺ ഫിഷാണ്. ഇതിനകത്ത് പല ഫിഷുകളും നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ഫിഷുകളാണ് കേട്ടോ. ഇതിനകത്ത് മത്തി, കിളിമീൻ ഒക്കെയുണ്ട്. പിന്നെ കിങ് ഫിഷിൻ്റെ പീസുകളായിട്ട് വരുന്നത് അതെല്ലാം ഈ സെക്ഷനിലാണ്. പിന്നെ ഇവിടെ വരുന്ന മിക്ക കസ്റ്റമേഴ്സും മലയാളീസാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വേറൊരു കടയുണ്ടെന്നും കൂടെ പറഞ്ഞില്ല, അവിടെ കൂടുതലും ഈ പാകിസ്ഥാനി മറ്റ് നോർത്ത് ഇന്ത്യൻ ആളുകളൊക്കെ ആ കടകളിലാണ് പോകുന്നത്. ഈ കടകളിൽ കുറച്ചുകൂടെ കേരള പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ പുട്ടുപൊടി, അപ്പപ്പൊടി അങ്ങനെയുള്ളതൊക്കെയാണ്. പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഡബിൾ ഹോഴ്സ്, പിന്നെ ബ്രാഹ്മിൻസിൻ്റെ പ്രോഡക്ട്സ്, സാറാസ്, ഈസ്റ്റേൺ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം പൊടികളാണ്. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്വാളിറ്റിയിലുള്ളതൊക്കെ കിട്ടും. ക്വാളിറ്റിയും പിന്നെ ക്വാണ്ടിറ്റി ഉള്ളതും കിട്ടും. ഹോൾസെയിലായിട്ടും നമുക്ക് സാധനങ്ങൾ എടുക്കാവുന്നതാണ് ഇവിടെ നിന്ന്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങൾ, കാവറുത്തതും പിന്നെ കുഴലപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ സെക്ഷനിലിരിക്കുന്നത്. പിന്നെ ഇതൊരു കിച്ചണാണ്. ഇവിടെ മെയിനായിട്ട് ഇതൊരു പാകിസ്ഥാനി കൈൻഡ് ഓഫ് മീലാണ് കേട്ടോ. അതായത് ഫ്രൈഡ് റൈസ്, ബിരിയാണി, പുലാവ് റൈസ്, പിന്നെ ചിക്കൻ കറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസൊക്കെയാണ് കേട്ടോ. 2 പൗണ്ടൊക്കെ ഒരു ബോക്സ് റൈസിന് ആണ്. പിന്നെ ചിക്കൻ കറിക്ക് 6 പൗണ്ട് അടുത്ത് ഒക്കെയുണ്ട്. ഒരു 600 രൂപ അടുത്ത് ഒരു ബോക്സിൽ നമുക്ക് കിട്ടും, ഒരു ടിഫിൻ ബോക്സിൻ്റെ സൈസിൽ. അത് അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്തൊരു പ്രൈസാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് എന്താ പറയുന്നത്, ഫ്രോസൺ പലഹാരങ്ങൾ. നമ്മുടെ എല്ലാ നാടൻ പലഹാരങ്ങളും ഉണ്ട്. ഉണ്ണിയപ്പം, പഴംപൊരി, പിന്നെ സ്വീറ്റ് പൊറോട്ട, ഇലയട, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പൊറോട്ട, കപ്പ, ചക്ക, അങ്ങനെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെയും ഒരു മിനി വേഷൻ നമുക്ക് UK കിട്ടും. ഇത് ഫ്രിഡ്ജ്, ജ്യൂസ്, മിൽക്ക് അങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സും ഒക്കെയാണ് ഈ സെക്ഷനിലിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തില്ല, കാരണം ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ കിട്ടും. ചീപ്പ് കൊണ്ട് മാത്രമല്ല, വെയിറ്റും അത് നമ്മളത്ര ദൂരമൊന്നും എടുത്തുകൊണ്ട് പോകണ്ടല്ലോ. ഇവിടെ നമുക്ക് ഇങ്ങനെ എല്ലാ മൺചട്ടികളും പിന്നെ നാടൻ തവി ഒക്കെയുണ്ട്. ചട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ പണ്ടൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുമായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പല ടൈപ്പ് ഓഫ് ചട്ടികളുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള ചട്ടികളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പൗണ്ട് 6 പൗണ്ടൊക്കെ വരുന്നുണ്ട്, ഒരു 600 രൂപയൊക്കെ. അപ്പം അത്ര വലിയൊരു പ്രൈസൊന്നുമല്ല, നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. എന്നാലും ഇവിടുത്തെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അത്രയ്ക്ക് എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇരുമ്പ് ചട്ടികളും നമ്മുടെ കടായികൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ടോ, ഇത് ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ കടുക് വറക്കുന്ന ഇതിനകത്ത് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ ഒരു 475 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 475 രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ്. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മുടെ വീട് ഇച്ചിരി ക്ലിയർ അല്ല, പെട്ടെന്ന് നടന്നു പോയി എടുത്തപ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചെമ്പിൻ്റെയൊക്കെയുള്ള ഈ ചെറിയ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഫ്രയറിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചുരുളിയുണ്ട്. പിന്നെ 149 പൗണ്ടാണ് കേട്ടോ. നാട്ടിൽ ഏകദേശം 15,000 രൂപ പൊക്കത്തിലാവും. അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ പറ, അങ്ങനത്തെ നിലവിളക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു മഹനീയ ശേഖരമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വീട്ടിലോട്ട് വേണ്ട ഒരു ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബേസിക്കായിട്ട് പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ ആദ്യം വന്നവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമോ എന്ന് ഓർത്തൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ വലിയ ഉരുളികൾ,
കെറ്റിലുകൾ, ചായ കെറ്റിലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇന്ത്യൻ സ്നാക്കുകൾ, പൊറോട്ട, ബീഫ്, ചിക്കൻ കറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനുണ്ട്, നമ്മൾ നോർമൽ ടവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ കുക്കർ, റൈസ് കുക്കർ, ഇഡലി കുക്കർ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വാങ്ങിയപ്പോൾ ആയ ബില്ല് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കടകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് നമ്മളറിയത്തില്ല. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്കിങ്ങനെ ഈ നൊസ്റ്റാൾജിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചാടി കയറി എടുക്കും, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഇങ്ങനെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ കടയുടെ മുഴുവൻ പാർട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ബില്ല് എനിക്ക് എത്ര ആയേക്കുന്നത്. അപ്പോൾ ശരി എന്നാൽ, ബായ്.